ഹായ് നമസ്കാരം പ്രിയപ്പെട്ടവരെ. നമ്മുടെ മറ്റേ പാലക്കൽ വടയക്ഷിയില്ലേ, ലെവൽ രംഗത്തിറങ്ങിയിട്ടുണ്ട്. സോഷ്യൽ മീഡിയയിൽ വന്നിരുന്നുണ്ട് കൊടിച്ചിപ്പട്ടി കുരയ്ക്കുന്ന കണക്കാണ് ലെവളുടെ ഒരു കൊര. എന്തായാലും കുറച്ച് നാളായിട്ട് ഞാൻ ഈ വെട്ടാവളിയത്തിയുടെ വീഡിയോ ഒന്നും എടുക്കാറില്ലായിരുന്നു. കാരണം നേരാവണ്ണം വർത്താനം പറയാൻ അറിയില്ല. ലെവൽ എന്താണ് പറയുന്നത് പോലും അവക്ക് പോലും അറിയാത്ത ഒരു പിടിവിട്ട ഒരു സാധനം ഇപ്പോൾ ഒരു വിഷയമായിട്ട് വന്നിട്ടുണ്ട്. ഇതെവിടെയാണ് കൊണ്ട് കെട്ടുന്നതെന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം കോട്ടയത്ത് ഒരു ക്ഷേത്രത്തിൽ ഈ നന്ദഗോപൻ ഭജൻസ് എന്ന് പറയുന്ന ഒരു ടീം ഒരു പ്രോഗ്രാം നടത്തി. സുന്ദരമായിട്ട് ഒരു ക്രൈസ്തവ ഭക്തിഗാനം ആ സ്ഥലത്ത് അവർ ആലപിച്ചു. അതിനുശേഷം നമ്മുടെ കേരളത്തിലെ കാളകൂട വിഷമായിട്ടുള്ള നമ്മുടെ വിഷപ്പാമ്പ് അങ്ങോട്ട് വിഷം ചീറ്റി. ഇതിന് പിന്നാലെ സോഷ്യൽ മീഡിയയിൽ സമൂഹ മാധ്യമങ്ങളിലൊക്കെ വലിയ രീതിയിലുള്ള ചർച്ചയായി. സംഘിണികളും സംഘിപുത്രന്മാരും എല്ലാം വന്നിരുന്നുണ്ട്. ഇതിനെ അങ്ങോട്ട് എടുത്തിട്ട് അങ്ങോട്ട് വലിച്ചീറി ഒട്ടിച്ചു. ഈ നന്ദഗോപൻ ഭജൻസ് എന്ന് പറയുന്ന ഈ ഒരു ടീം നല്ല ഹൈന്ദവ സഹോദരങ്ങളാണ് കേട്ടോ. അവരുടെ മനസ്സിൽ വർഗീയത എന്ന് പറയുന്ന സാധനമില്ല. നിങ്ങൾ ആ ഒരു വീഡിയോ ഒരു പക്ഷേ ചിലപ്പം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ആ വീഡിയോയിൽ വളരെ കൃത്യമായിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, നമ്മുടെ ഈ വാഹനങ്ങൾ പാർക്ക് ചെയ്യാനും നമ്മുടെ ഈ ക്ഷേത്രത്തിൽ വന്നിട്ടുള്ള ആളുകളുടെ ഭക്തർക്ക് വേണ്ട സഹായങ്ങളൊക്കെ ചെയ്തു തന്നിട്ടുള്ള നമ്മുടെ തൊട്ടടുത്തുള്ള ദേവാലയത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടുള്ള ക്രൈസ്തവർക്ക് വേണ്ടി നമുക്കൊരു ഗാനം ആലപിച്ചാലോ എന്ന് ചോദിച്ചുകൊണ്ടാണ് അദ്ദേഹം ആ ഒരു മനോഹരമായിട്ടുള്ള ഒരു ഭക്തി ഗാനം ആലപിക്കുന്നത്. പക്ഷേ അത് നമുക്ക് കേൾക്കുമ്പോഴത്തേക്ക് അതൊരു ക്രൈസ്തവ ഗാനമായിട്ടൊന്നും നമുക്ക് തോന്നാറില്ല. നമ്മൾ ഇതുവരെ കേട്ടിട്ടുമില്ല അങ്ങനത്തെ ഒരു ഗാനം. പക്ഷേ അതിങ്ങനെ കേട്ട് നമ്മളങ്ങനെ ഇരുന്ന് പോയത് ആസ്വദിച്ചു പോകും. ഈ ഒരു പ്രോഗ്രാം കഴിഞ്ഞതിന് ശേഷം കേരളത്തിലെ കാളകൂട വിഷം വമിക്കുന്ന ഈ വിഷജീവികളെല്ലാം ഉറഞ്ഞു തുള്ളിയപ്പോൾ നല്ല ഹൈന്ദവ സഹോദരങ്ങൾ ഇതിനൊക്കെ കൃത്യമായിട്ട് മറുപടി കൊടുത്തിട്ടുണ്ട്. അപ്പൊ ലെവക്ക് കിടന്നിട്ട് കിടപ്പ് വരുന്നില്ല, എന്തെങ്കിലും ഒന്ന് പറയണമല്ലോ. കാരണം ഇവളുടെ ഉള്ളിലുള്ളത് മൊത്തം ഇസ്ലാമിന്റെ നെഞ്ചത്തോട്ട് കയറുക എന്നുള്ളതാണ്. കാരണം ഇസ്ലാമാണ് ഇതിൻ്റെയൊക്കെ സ്പോൺസേർഡ് എന്നാണ് ഈ സംഖ്യ നാറികളെല്ലാം കൂടെ ഇരുന്നുകൊണ്ട് ഇങ്ങനെ കുരച്ചുകൊണ്ടിരിക്കുന്നത്. സത്യത്തിൽ ക്ഷേത്രത്തിൽ നടന്നിട്ടുള്ള ഒരു പ്രോഗ്രാം ക്രൈസ്തവർക്ക് വേണ്ടി നന്ദഗോപൻ ഭജൻസ് ഒരു പാട്ട് പാടി. ഇതിനകത്ത് ഈ കലയിൽ പോലും വിഷം കലർത്തിയിട്ടുള്ള ഈ വിഷജീവികളുടെ തെണ്ടിത്തരവും തെമ്മാടിത്തരവും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സമൂഹത്തിനോട് പ്രതിബദ്ധതയുള്ള ഓരോ മനുഷ്യരും അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. അത് കണ്ടിട്ട് ഫ്രസ്ട്രേഷനായി കുരുപൊട്ടി ഒലിക്കുന്ന ഇവളെ പോലുള്ളവർക്കൊക്കെ ഇവിടുത്തെ മുസ്ലിം പണ്ഡിതന്മാർ മറുപടി കൊടുക്കണമെന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യം വല്ലതുമാണ്. പിന്നെ ഇവളുടെ ഒരു പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഈ അമ്പലത്തിലാണല്ലോ ഈ പ്രോഗ്രാം നടന്നത്. തൊട്ടടുത്ത ദിവസം തന്നെ ഒരു ക്രൈസ്തവ ദേവാലയത്തിൽ അയ്യപ്പ ഭക്തിഗാനം ആലപിക്കുന്ന ഒരു വീഡിയോ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വലിയ രീതിയിൽ തന്നെ വൈറലായിട്ടുണ്ട്. പിന്നെ മുസ്ലിം പള്ളികളിൽ ഇത്തരത്തിലുള്ള പരിപാടികളൊന്നും നടത്താറില്ലാത്തത് കൊണ്ട് തന്നെ ഈ ഗാനങ്ങൾക്കൊന്നും അവിടെ ഒരു പ്രസക്തി ഇല്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാമല്ലോ. ഇപ്പം ഇവളുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ മക്കയിലും മദീനയിലും അല്ലെങ്കിൽ നമ്മുടെ ഇവിടെ ഉള്ള ദേവാലയങ്ങളിലൊക്കെ ഇങ്ങനെ ഒരു പാട്ട് പാടാൻ നിങ്ങൾ സമ്മതിക്കുമോ എന്നാണ് ഇവൾ ചോദിക്കുന്നത്. നമുക്കൊന്ന് കേട്ടാലോ. കേട്ടിട്ട് ഇതിനുള്ള കൃത്യമായിട്ടുള്ള മറുപടി പുറകെ കൊടുക്കാം. 2 ദിവസമായിട്ട് എന്താ പറയേണ്ടത്, ഭയങ്കര മതേതരം, മതമില്ല മനുഷ്യന് മതമില്ല എന്ന് പറഞ്ഞ് നടക്കുന്ന ടീമൊക്കെ ഇപ്പം മതമുണ്ടെന്ന് പറഞ്ഞ് നടക്കുകയാണ്. എന്താണ് നന്ദഗോവിന്ദൻ ഭജൻസ് ചെയ്തത് തെറ്റാണ് എന്നുള്ള ഒരു അഭിപ്രായക്കാരിയാണ് ഞാൻ. അപ്പൊ അത് തന്നെ നമുക്ക് സംസാരിക്കാൻ പറ്റില്ല അല്ലേ. അവരത് ചെയ്തു, അവരതിനെന്തോ കാര്യങ്ങളൊക്കെ എഴുതി ഫേസ്ബുക്കിൽ ഇടുകയും ചെയ്തിട്ടുണ്ട്. അതൊക്കെ അവിടെ ഇരിക്കട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞ ആ ഒരു വിഷയം കുറെ ആൾക്കാർ, അതായത് ഉസ്താദ്മാരൊക്കെ ഏറ്റെടുത്തിട്ടുണ്ട്. അത് ഞാൻ എന്റെ ശ്രദ്ധയിൽപ്പെട്ടു. അപ്പൊ അവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങള് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് എനിക്ക് ഒറ്റൊരു കാര്യം മാത്രം നിങ്ങളോട് ചോദിക്കാനുള്ളൂ. നിങ്ങൾ പറയുന്നുണ്ടല്ലോ വലിയ മതം. അതെ, ശരി തന്നെയാ. ഞങ്ങൾ അമ്പലവാസികളാണ്. അതുപോലെ തന്നെ നിങ്ങൾക്കും ഇസ്ലാമിൽ വിശ്വാസം ഉണ്ടാവും അല്ലെ. നിങ്ങൾ ഒരു ദിവസം മക്കയിലായിക്കോട്ടെ, മെദീനയിലായിക്കോട്ടെ, ഇനിയിപ്പോ ഏതെങ്കിലും പള്ളിന്റെ ഉള്ളിലായിക്കോട്ടെ, നിങ്ങൾ ഞങ്ങളെ കയറ്റുവോ? അവിടെ നിന്ന് ഒരു എന്താ പറയേണ്ടത് ഭക്തിഗാനം പാടാൻ വിടുവോ? നിങ്ങൾ ഈ മതമാണ് പ്രശ്നം എന്ന് പറയുന്ന ആൾക്കാരോട് എല്ലാ മതവും, നിങ്ങൾ പറയുന്നുണ്ട് എല്ലാ മതവും, ഹിന്ദു, മുസൽമാൻ, ക്രിസ്ത്യൻസ് ഇവരെ എല്ലാവരും ഒരുമിച്ച് കാണണമെന്ന്. പക്ഷെ എല്ലാവർക്കും അവരവരുടേതായ മതം അവരവർക്ക് പ്രധാനപ്പെട്ടതാണ്. അപ്പം ഇവിടെ ഈ മതമൊന്നുമല്ല പ്രശ്നം. ഞാൻ പറയുന്ന ഒരൊറ്റ കാര്യം, എല്ലാവർക്കും അവരവരെ മതം വരുന്ന സമയത്ത്, അല്ല മതത്തിലെ പ്രധാനപ്പെട്ട വിഷയങ്ങൾ വരുന്ന സമയത്ത് എല്ലാവരും പ്രതികരിക്കും. അത് തന്നെയാണ് ഇവിടെയും കണ്ടത്. അപ്പൊ തീർച്ചയായിട്ടും ഞാൻ ചോദിച്ചതിന് മറുപടി നിങ്ങൾക്ക് ഉണ്ടാവുമെന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ എനിക്ക് തോന്നുന്നില്ല നിങ്ങൾക്ക് ഈ മറുപടി തരാൻ പറ്റുമോ എന്നുള്ളത്. അപ്പൊ പറയും പള്ളിയിലൊക്കെ എല്ലാവർക്കും സ്വാഗതം പറഞ്ഞിട്ട് കാര്യമില്ല. പള്ളിയിൽ എന്തെങ്കിലും ഒരു അതായത് വിശേഷ ചടങ്ങിന് നമ്മളെ ഭക്തിഗാനം പാടാൻ പറ്റുമോ? ഇല്ല. ഹിന്ദുക്കളെ മേൽത്തിട്ടിട്ട് എല്ലാവർക്കും കുത്താം. ആ കുത്തിക്കഴിഞ്ഞാൽ ആർക്കും ഒരു പ്രശ്നവുമില്ല. അതെന്തുകൊണ്ടാ? അതങ്ങനെയാന്ന്. ഹിന്ദു മതത്തിലെ ആൾക്കാർക്ക്
നാല് വിധാന്ന് എന്നുള്ളത് മറ്റുള്ള ആൾക്കാർക്ക് അറിയാം. അതുകൊണ്ടാണ് നിങ്ങളൊക്കെ ഇങ്ങനെ ചവിട്ടി മെതിക്കുന്നത്. ഒരു കാര്യമില്ല. എല്ലാവരും 1-2 ദിവസം പ്രതിഷേധിച്ചിട്ട് അങ്ങ് പോവും. അല്ലാതെ വേറൊരു കാര്യമില്ല എന്ന് ഇവിടെ എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെയാണ് ഹിന്ദുവിന്റെ മേക്കിട്ട് എപ്പോഴും കയറുന്നത്. അപ്പൊ ഞാൻ ചോദിച്ച ചോദ്യങ്ങൾക്ക് നിങ്ങൾക്ക് മറുപടി ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ഇതിനകത്ത് രേഖപ്പെടുത്തുക. അപ്പൊ ഉസ്താദുമാരെ, അപ്പൊ ശരിയല്ലേ? ഇത് ഞാൻ വർഗീയത പറഞ്ഞല്ല, നിങ്ങൾക്ക് പറയാൻ ഇതിന് ഞാൻ ഒറ്റ ചോദ്യം മാത്രമേ ബാക്കി വെച്ചിട്ടുള്ളൂ. അതായത് പള്ളിയിലോ അല്ലെ മെക്കയിലോ നിങ്ങൾ ഈ പറയുന്ന ഞാൻ ഇപ്പം പറയുന്നില്ലേ ക്രിസ്ത്യൻസ് ഭക്തിഗാനം ഈ ഭക്തിഗാനം ഇതിന്റെ അകത്ത് ക്രിസ്ത്യൻസിന്റെ ഇത് വെച്ച് കഴിഞ്ഞാൽ എന്താണ് പ്രശ്നം, ക്ഷേത്രത്തിന്റെ അകത്ത് ക്രിസ്ത്യൻസിന്റെ ഇത് വെച്ച് എന്താണ് പ്രശ്നം എന്നൊക്കെ ചോദിക്കുന്ന ആൾക്കാരോടാണ് ഈ കാര്യം പറയാനുള്ളത്. എന്ത് നിങ്ങൾക്ക് വെക്കാൻ ധൈര്യമുണ്ടോ? നിങ്ങൾ വെക്കുവോ? അതായത് നിങ്ങളെ പ്രധാനപ്പെട്ട വിശേഷ ദിവസങ്ങളില് നിങ്ങളൊരു സംഭവം, അതായത് നമ്മുടെയൊക്കെ ഭക്തിഗാനം നിങ്ങൾക്ക് വെക്കാൻ പറ്റുമോ പള്ളികളില്? ഇല്ല അല്ലേ? അതാണ് വ്യത്യാസം. ആണ് ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ വൈറലായിട്ടുള്ള ഒരു പാട്ടും ക്ഷേത്രത്തില് ക്രിസ്ത്യൻ ഭക്തിഗാനം പാടി എന്ന് പറഞ്ഞുകൊണ്ട് ഈ പിള്ളേരെ പിടിച്ച്, ഈ ചെറുപ്പക്കാരായിട്ടുള്ള ആൾക്കാരെ പിടിച്ച് എയറിൽ കയറ്റി അവരെ സോഷ്യൽ മീഡിയയിൽ സൈബർ പുള്ളിങ് നടത്തി അവരെ പൊങ്കാല ഇട്ടുകൊണ്ടിരിക്കുന്ന പാട്ട് ഇതാണ്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, അതിമനോഹരമായിട്ടുള്ളൊരു ഗാനം. ഇത് സത്യം പറഞ്ഞാൽ കേട്ടാൽ ക്രിസ്ത്യൻ ഡിവോഷണൽ സോങ് ആണെന്ന് ആർക്കും തോന്നത്തില്ല. എനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ല. എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത് ഇതൊരു ക്രിസ്ത്യൻ പാട്ടാണെന്നുള്ള കാര്യം. ഞാൻ സ്ഥിരമായിട്ട് കാറിൽ കേട്ടോണ്ടിരിക്കുന്ന ഒരു പാട്ടാണ്. അത്രയും മനോഹരമായിട്ടുള്ള ഒരു പാട്ടാണ്. ഈ ഒരു ഗാനം ആ ക്ഷേത്രത്തില് അല്ലെങ്കിൽ ഭജനയിൽ പാടി എന്ന് പറഞ്ഞുകൊണ്ട് എന്ത് മൈരാടാ തകരാൻ പോകുന്നത് മൈരുകളെ? എന്തിനാടാ ഈ പാവങ്ങളെ ക്രൂശിക്കുന്നത് ഇങ്ങനെ? സംഗീതം എന്ന് പറയുന്നത് കലയാണ്. അതിനകത്ത് എന്തിനാടാ ജാതിയും മതവും കുത്തിക്കയറ്റുന്നത്? എന്തിനാടാ വർഗീയത കുത്തിക്കയറ്റുന്നത്? മനുഷ്യന്മാരെ അറിയാൻ വയ്യത്തോണ്ട് ചോദിക്കും, നിനക്കൊക്കെ എന്ത് പ്രാന്താണ്? നിനക്കൊക്കെ മതഭ്രാന്താണോ? ഇതുകൊണ്ട് എന്താ തകരാൻ പോകുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഈ ഒരു പാട്ട് ക്ഷേത്രത്തിൽ പാടി, ഭജനയിൽ പാടി എന്ന് അതിമനോഹരമായ ഒരു ഗാനം, എന്താണ് അവിടെ തകരാൻ പോകുന്നത്? മനസ്സിലാവാത്തോണ്ട് ചോദിക്കുകയാണ്. ഈ എന്ത് തേങ്ങയാണ് ഈ വേട്ടാവളിയെത്തി വന്നിരുന്നിട്ട് ഈ പറയുന്നത്? ഇവള് പറയുന്നത് എന്താണെന്ന് ഇവക്ക് വല്ല ബോധമുണ്ടോ? നിങ്ങൾക്ക് മറുപടി തരാൻ പറ്റുമോ? സത്യത്തിൽ ഈ നന്ദഗോവിന്ദം ഭജൻസ് ഇവിടുത്തെ ഏതെങ്കിലും മുസ്ലിം ഭക്തിഗാനമാണോ ഈ ക്ഷേത്രത്തിൽ പാടിയത്? അല്ല, എനിക്ക് സംശയം കൊണ്ട് ചോദിക്കുകയാണ്. ഏതെങ്കിലും ഉസ്താദുമാരുടെ പ്രേരണ കൊണ്ട് മനഃപൂർവ്വം ഒരു പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി നന്ദഗോപൻ ഭജൻസിനോട് പറഞ്ഞ് അങ്ങനെ ഒരു ഗാനം ആലപിച്ചതായിട്ടാണോ തോന്നിയത്? ഒരു നല്ല ക്രിസ്തീയ ഭക്തിഗാനം ആ ക്ഷേത്രത്തിൽ അദ്ദേഹം എല്ലാവരുടെയും അനുവാദത്തോടു കൂടി അത് ആലപിച്ചു. അത് ആ ക്ഷേത്ര കമ്മിറ്റി പൂർണ്ണ സപ്പോർട്ടും കൊടുത്തു. പക്ഷെ ഇവർക്കങ്ങ് ചൊറിച്ചില്ല. കാരണം ഇത് കൊണ്ടുവന്നിട്ട് ഇസ്ലാമിന്റെ നെഞ്ചത്തോട്ട് കൊണ്ടുവന്ന് കെട്ടിയെങ്കിൽ മാത്രമേ ഇവളുടെ നെഞ്ചത്തെ വെള്ളം ഇറങ്ങത്തുള്ളൂ. ഇവളെപ്പോലത്തെ കൂതറ മന്ദബുദ്ധി സാധനത്തിനൊക്കെ എന്ത് മറുപടി? നിനക്കൊക്കെ ഏത് ഒസ്താക്കന്മാർ വന്നിട്ട് മറുപടി പറയാനാ? പിന്നെ നിന്റെയൊക്കെ ഈ കൊണയടി കേൾക്കുമ്പോഴത്തേക്ക് ഞങ്ങളെപ്പോലുള്ള ആൾക്കാർ മറുപടി പറയാതെ പോത്തില്ല കേട്ടാ ചേച്ചിയെ. അപ്പൊ നിന്റെ ഇമ്മാതിരി കുത്തിത്തിരിപ്പ് പരിപാടി ഉണ്ടല്ലോ, അതായത് എവിടെ എന്ത് പ്രശ്നം നടന്നാലും അതെല്ലാം കൊണ്ടുപോയിട്ട് ഇസ്ലാമിന്റെ നെഞ്ചത്തേക്ക് കെട്ടാൻ വേണ്ടി നീ കാണിക്കുന്ന ഈ മറ്റടുത്ത പരിപാടിയില്ലേ, അത് നീ അങ്ങ് നിർത്തിക്കോ. നീ ഇത് വല്ല അണ്ടിമുക്ക് ശാഖയിൽ പോയിട്ട് ആ ട്രൗസർ ഇട്ട് വടി ഇറക്കുന്ന ചില വേട്ടാവളിയന്മാർ കാണും. അവന്മാരുടെ കൂടെ നടന്നുകൊണ്ട് നീ എന്തെങ്കിലും തെമ്മാടിത്തരമൊക്കെ പറഞ്ഞു. പക്ഷേ നീ ചൊറിഞ്ഞ് നിന്റെ ചൊറിച്ചിൽ തീർക്കാൻ നീ ഇങ്ങോട്ട് വരരുത്. ഇതിനൊന്നും മരുന്ന് ഞങ്ങളുടെ കയ്യിലില്ല. കാരണം നിന്നെ 1-2 ഒക്കെ കെട്ടിയെന്ന് പറയുന്നത് അവന്മാരിൽ ഇല്ലാത്ത മരുന്ന് പിന്നെ ഞങ്ങളുടെ ഉണ്ടാവും. അപ്പോൾ അതിനുള്ള മരുന്നൊന്നും നമ്മുടെ അടുത്തില്ല. കാരണം നിന്നെപ്പോലുള്ള ചൊറിയൻ പുഴുവിനൊക്കെ കൃത്യമായിട്ട് അത് ചെയ്തു തരാനായിട്ടുള്ള ആളുകൾ നിന്റെയൊക്കെ അണ്ടിമുക്ക് ശാഖയിൽ തന്നെ ഉണ്ട്. അപ്പം നീ അങ്ങോട്ട് തന്നെ വലിഞ്ഞു കയറുന്നതായിരിക്കും നല്ലത്. സത്യം പറയാമല്ലോ, ഹൈന്ദവ സമൂഹത്തിന്റെ ഏറ്റവും വലിയ ശാപം ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദൈവളെപ്പോലുള്ള സംഗണിച്ചുകളാണ്. കാരണം ഇതൊക്കെ താടകയാണോ വടയക്ഷിയാണോ വേറെ ഏത് സാധനമാണെന്ന് പോലും നമുക്ക് പറയാൻ പറ്റത്തില്ല. നേരാവണ്ണം സംസാരിക്കാൻ പോലും അറിയാത്ത, നാക്ക് തിരിയാത്ത, തലേ ദിവസം കെട്ടിയവനായിട്ട് ഇരുന്ന് എന്തൊക്കെയോ അടിച്ച് മോന്തി ലെവലും തെറ്റ് കോണകം തെറ്റിയിട്ട് ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ വരുന്നിരുന്നുണ്ട് കോണയടിക്കുന്ന ഇവക്കൊക്കെ ആര് മറുപടി കൊടുക്കാനാ? ഇതിന് മറുപടി കൊടുക്കാൻ പറ്റിയത് നമ്മുടെ ഈ വീഡിയോ കാണുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിങ്ങൾ തന്നെയാണ്. അതിന് കൃത്യമായിട്ട് നിങ്ങൾ മറുപടി കൊടുക്കുക. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം.